ബിരിയാണി റെഡിയായി കഴിഞ്ഞു. നമുക്കിതൊന്ന് കഴിച്ചു വെക്കാട്ടോ. അപ്പം ഇതിന് കൂട്ടായിട്ട് പുതിന ചമ്മന്തി ഉണ്ട്, സാലഡുണ്ട്, പിന്നെ ചില്ലി ചിക്കൻ ഉണ്ട്, പിന്നെ ഡിസേർട്ടിനായിട്ട് സേമിയ പായസവും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ചു വെക്കാം. കൊള്ളാം, എരിവൊന്നുമില്ല കേട്ടോ. കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാണ് എരിവില്ലാതെ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോരുത്തരും എക്സ്പ്രഷൻ കാണിക്കുകയും നല്ല ടേസ്റ്റാണ്. എരിവ് അധികമില്ല. പിന്നെ വാഴയിലേക്ക് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലിംഗ്, ഒരു ടേസ്റ്റ് ഉണ്ട്. നിങ്ങളെങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടല്ലേ. ഇതെങ്ങനെയുണ്ട് മട്ടൻ ബിരിയാണി? സൂപ്പറായിട്ടുണ്ടല്ലേ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. യാത്രാ സ്നേഹിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പെരുന്നാളല്ലേ, അപ്പം നമ്മൾ ഇന്നൊരു ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. മട്ടൺ ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം അത് നിങ്ങൾക്കും കൂടെ ഒന്ന് പരിചയപ്പെടുത്തി തരാൻ ഞങ്ങൾ എങ്ങനെയാണ് മട്ടൺ ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് ഇതിൽ ചേർക്കേണ്ടതെന്ന് നോക്കാം. ഞാനപ്പം 1 കിലോ ബിരിയാണി വെക്കുന്നതിൻ്റെ അളവാണ് പറയുന്നത് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് 1.25 കിലോ വയ്ക്കുന്നുണ്ട്, പക്ഷേ 1 കിലോയുടെ അളവാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ കൂടുതൽ വെക്കുകയാണെങ്കിൽ അതനുസരിച്ചുള്ള അളവ് എടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ നോക്കിയാലോ. ആദ്യം വേണ്ട സവാള കേട്ടോ. 1 കിലോ അരിക്ക് 1/2 കിലോ സവാള വേണം. അപ്പോൾ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാനിത് നേരത്തെ തന്നെ അരിഞ്ഞു വെച്ചതാണ്. അത് കഴിഞ്ഞ് 1/4 കിലോ ചെറിയുള്ളി ചതച്ചത്, പിന്നെ അതുപോലെ ഒരു 4 or 5 തക്കാളി. വലിയ തക്കാളിയാണെങ്കിൽ 4 എണ്ണം, ചെറുതാണെങ്കിൽ ഒരു 5 തക്കാളി, പിന്നെ ആവശ്യത്തിന് മല്ലിയിലയും പുതിനയും കൂടെ. പിന്നെ ഇത് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റാക്കി വെച്ചതാണ്. ഇത് 100 ഗ്രാം ഇഞ്ചിയും 100 ഗ്രാം വെളുത്തുള്ളിയാണ് ഞാൻ പേസ്റ്റാക്കി വെച്ചത് കേട്ടോ. പക്ഷേ ഇത്രയും ആവശ്യമില്ല, ഞാൻ ഒന്നിച്ച് ചെയ്ത് വെച്ചതാണ്. കാരണം നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് എടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് കേട്ടോ. പിന്നെ ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി, 3 സ്പൂൺ മുളക് പൊടി, ഗരം മസാലപ്പൊടി ഒരു 2.5 ടീസ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക് ഇത് 4ഉം കൂടെ ചേർത്ത് പൊടിച്ച് വെച്ചതാണ്. അതുകൂടാതെ ഒരു 3 പച്ചമുളക് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ടേ ഉള്ളൂ. 8 പച്ചമുളക് വേണമെന്നൊക്കെ പറയാറ്, പക്ഷെ നമുക്ക് ഇവിടെ എരിവ് കുറച്ച് ഉപയോഗിക്കുന്നവരായതുകൊണ്ട് ഒരു 3 പച്ചമുളകേ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഒരു ചെറുനാരങ്ങ നീരെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു 5 ടീസ്പൂൺ തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും മറ്റു കാര്യങ്ങളൊക്കെ. പിന്നെ ഞാനിത് അരി എടുത്ത് വെച്ചിരിക്കുന്നതിൻ്റെ അളവ് ഇതാണ്. നമ്മൾ ഏത് പാത്രത്തിലാണോ അരി എടുക്കുന്നത് അതേ അളവ് തന്നെ നമുക്ക് വെള്ളം ഉപയോഗിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഒരു പ്രത്യേക അളവ് പാത്രം എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇതിലൊരു 1.25 കിലോയിൽ കൂടുതൽ അരിയുണ്ട്. അപ്പം നമുക്ക് ഇനി ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നൊക്കെ നോക്കാം കേട്ടോ. ബാക്കി കാര്യങ്ങൾ ചെയ്യുമ്പം ഓരോന്ന് പറഞ്ഞു തരാം. ഓക്കെ, നമുക്കപ്പോൾ ആദ്യം ഈ അരി ഒന്ന് കഴുകി വാർക്കാൻ വെക്കുക കേട്ടോ. വെള്ളം ഒട്ടും ഉണ്ടാവാൻ പാടില്ല, കാരണം നമുക്ക് വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിരിക്കണം ബിരിയാണി ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളം ഒട്ടും ഇല്ലാതാവാൻ വേണ്ടി ആദ്യം തന്നെ കഴുകി വെക്കുക കേട്ടോ. നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. നമ്മൾ ഡാൽഡയും മറ്റൊന്നും ഉപയോഗിക്കുന്നില്ല. വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടാണ് ഞാൻ സാധാരണ ബിരിയാണി ഉണ്ടാക്കാറ്. അതുകൂടാതെ ഇതിൽ ആവശ്യത്തിന് നെയ്യ് ചേർക്കുന്നുണ്ട്. അപ്പം ഞാനിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെയ്യാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ 7 വർഷമായിട്ട് ഞാൻ സ്വന്തമായി ഉണ്ടാക്കുന്ന നെയ്യ് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അപ്പം ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. നല്ല മണമാണ് കേട്ടോ, നല്ല മണമാണ്. നാച്ചുറൽ നെയ്യാണ്. അപ്പം ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ ബിരിയാണി. നമുക്കപ്പോൾ ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ മട്ടൺ ബിരിയാണി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം അതിനുവേണ്ടി ഒരു 3/4 കിലോ മട്ടൺ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. പ്ലെയിനായിട്ട് വേവിച്ചിരിക്കുക. ഇതിൽ ഉപ്പോ മുളക് പൊടിയോ ഒന്നും ഇട്ടിട്ടില്ല, വെറുതെ പ്ലെയിനായി വേവിച്ച് വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ അടുപ്പിൽ ചട്ടി വെച്ചു. ഇതൊരു 2 കിലോളം ബിരിയാണി വെക്കാൻ പറ്റുന്ന ഒരു ചട്ടിയാണ് കേട്ടോ.
അപ്പോൾ എനിക്കിവിടെ സാധാരണ വിറക് കത്തിക്കുന്ന അടുപ്പില്ല, അതുകൊണ്ട് ഞാൻ ഗ്യാസിൽ തന്നെയാണ് ബിരിയാണി വെക്കാറ്. അപ്പം നമുക്കിത് എങ്ങനെ ചെയ്യണമെന്നൊന്ന് നോക്കാം. അപ്പം ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് ഈ ചട്ടിയുടെ അടിഭാഗം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒരു ബോട്ടിൽ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ടായിരുന്നത്, അതിൽ ഇതുവരെ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഈ ബോട്ടിലിൻ്റെ 3/4 ഭാഗത്തോളം യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം പിന്നെ എണ്ണ ചൂടായി കഴിഞ്ഞു. ഇതിൽ നമുക്ക് കുറച്ച് പട്ടയും ഗ്രാമ്പും ഏലക്കയും കുരുമുളകൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചതിൻ്റെ കൂടെ ഒരു 2 സ്പൂൺ നെയ്യ് കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബാക്കി നെയ്യ് പിന്നീട് ഒഴിക്കുക കേട്ടോ. ഇപ്പോൾ 2 സ്പൂൺ ആദ്യം ഒഴിക്കുന്നുണ്ട്. ഇനി നമ്മൾ സവാളയാണ് ഇടാൻ പോകുന്നത് കേട്ടോ. ഈ സവാള ആദ്യം നന്നായി വഴന്ന് കിട്ടണം. അപ്പോൾ അതിനുവേണ്ടി സവാള ഇടാൻ പോവുകയാണ്. ഇത് നല്ല ബ്രൗൺ കളറാവണ വരെ വഴന്ന് കിട്ടണം കേട്ടോ. ഞാൻ കൂടുതൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇത് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് ആഡ് ചെയ്താൽ പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇത് അടുപ്പിൽ തീ ഫുൾ ഫ്ലെയിമിൽ ഇരുന്നോട്ടെ കേട്ടോ, പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടേ. അപ്പം ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ വേണം, അടിപ്പിടിക്കാതെ നോക്കണമല്ലോ. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ വേണം എല്ലാ ഭാഗവും കറക്റ്റായി വഴന്ന് കിട്ടാൻ. നമുക്കിനി ഇതൊന്ന് കുറച്ച് സമയം അടച്ച് വെക്കാം. നമ്മൾ സവാള വഴന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കുറച്ചുകൂടി വഴന്ന് ബ്രൗണിഷ് കളറാവട്ടെ, എന്നാലേ ബിരിയാണിക്ക് നല്ല കളറുണ്ടാവുള്ളൂ. നമ്മുടെ സവാള ഏകദേശം ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് മറ്റുള്ള ഐറ്റംസൊക്കെ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ചതച്ച് വെച്ച ചെറിയുള്ളി, 1/4 കിലോ ചെറിയുള്ളിയാണ് കേട്ടോ. ഇത് നമുക്കത് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം വഴന്ന് കിട്ടിയിട്ട് ഓരോന്ന് വഴറ്റിയിട്ട് ഇട്ട് കൊടുത്താലും മതി. പക്ഷെ നമുക്ക് സമയം ലാഭിക്കണമെങ്കിൽ ഒന്നിച്ചിട്ട് കൊടുക്കാം കേട്ടോ. തക്കാളി ഇട്ടിട്ടുണ്ട്. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ. ഞാനിപ്പം ഒരു 3 സ്പൂൺ ഇടുന്നുള്ളൂ. അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പിന്നീടാണെങ്കിലും ഇട്ട് കൊടുക്കാമല്ലോ. അപ്പം അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയിട്ട് നമുക്ക് ബാക്കി മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമ്മൾ മല്ലിയിലയും പുതിനയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്, അരിഞ്ഞു വെച്ചത്. ഇതൊന്ന് വഴന്ന് കിട്ടിയിട്ട് നമുക്ക് ബാക്കി പൊടികൾ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഗരം മസാലപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതെല്ലാം ഞാനൊരു അളവിന് എടുത്തിട്ടുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും എരിവ് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിതിപ്പോൾ ഇട്ട് നോക്കിയിട്ട് എനിക്ക് എരിവ് പാകമാവില്ല എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ കൂടുതലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ചെയ്യാറ്. ആദ്യം തന്നെ ഒരുപാട് ഇട്ട് കൊടുക്കില്ല. എല്ലാം കൂടെ ഒന്നിച്ചിട്ടിട്ട് എരിവ് കൂടാൻ പാടില്ലല്ലോ. അപ്പം ഇതിൻ്റെ അളവ് അനുസരിച്ചിട്ട് പിന്നീട് നോക്കിയിട്ട് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ. തൈര് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇടയ്ക്കൊന്ന് ടേസ്റ്റ് നോക്കണം കേട്ടോ. ടേസ്റ്റ് നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഉപ്പോ എരിവോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതും ചെറുതായിട്ട് വഴന്ന് വരട്ടെ. അതിനുശേഷം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച മട്ടൺ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഈ മട്ടണിൽ കുറച്ച് വെള്ളമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇനി ബിരിയാണിക്ക് വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ചിട്ട് ഒഴിക്കണം. ഈ വെള്ളവും കൂടി ഉള്ളത് കൊണ്ട് ശ്രദ്ധിച്ച് ഒഴിക്കണം. ഇനി ഇതിൽ കിടന്ന് കുറച്ചൊന്ന് മസാല പിടിക്കട്ടെ. കണ്ടോ, ഇപ്പോൾ എല്ലാ ഗ്രേവിയും കൂടെ ചേരുമ്പോൾ വെള്ളം കൂടുന്ന കണ്ടോ. അതുകൊണ്ട് നമ്മളിനി ബിരിയാണിക്ക് വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ചിട്ട് കുറച്ച് അളവ് കുറച്ച് വേണം ഒഴിക്കാൻ. ഞാൻ ഇതിൽ 1 സ്പൂൺ ഇഞ്ചി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ
നേരത്തെ മുളക് പൊടി ഇട്ടത് കുറവാണ്, അപ്പം ഒരു 3 സ്പൂൺ മുളക് പൊടി കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 2 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 2 സ്പൂൺ ഗരം മസാലപ്പൊടി ഇത് കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോക്കിയിട്ട് ചെയ്താൽ മതി, കാരണം അളവ് കൂടി എന്ന് പറഞ്ഞ പ്രശ്നമാണ്. അതുപോലെ ആവശ്യത്തിന് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിക്കാനുള്ള സമയമായി. അപ്പം നമ്മൾ നേരത്തെ ഒരു പാത്രം അരിയാണല്ലോ എടുത്തിട്ടുണ്ടെന്ന്, അതേ പാത്രത്തിൽ തന്നെ ഒരു പാത്രം വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ കണ്ടോ കുറേ വെള്ളം, ഇതിൽ ഗ്രേവിയിൽ വെള്ളം വന്നിരിക്കുന്നതുണ്ടോ, അതുകൊണ്ട് നമ്മൾ അതനുസരിച്ച് കുറച്ചിട്ട് വേണം എടുക്കാൻ. അപ്പോൾ ഈ ഒരു പാത്രം വെള്ളം ഒഴിക്കുക. ഇനി ഒരളവും കൂടി പറയാം കേട്ടോ. ഇനി കാലിൽ കുറച്ച് കൂടുതൽ വെള്ളം കേട്ടോ, അതും കൂടെ ചേർത്ത് ഒഴിച്ചു കൊടുക്കുക. വെള്ളം തിളയ്ക്കണ വരെ ഇതൊന്ന് അടപ്പ് വെച്ച് അടച്ചു വെക്കുക കേട്ടോ. നമ്മൾ വെള്ളം ഏകദേശം തിളച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് അരി ഇടാനുള്ള സമയമായി കേട്ടോ. അപ്പം നേരത്തെ നമ്മൾ കഴുകി വെച്ചിട്ടുണ്ട്, അരി കഴുകി വാരി വെച്ചിട്ടുണ്ട്. ആ അരി നമുക്കൊന്ന് ഇതിലിട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഫ്ലെയിം കുറച്ചൊരു മിഡിലാക്കി വെക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമിലാണെങ്കിൽ ചിലപ്പോൾ അരി വേവുന്നതിന് മുമ്പ് തന്നെ ഈ വെള്ളം വറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ ഇതിൽ അരി വേവാതെയാവും. അതുകൊണ്ടൊന്ന് മിഡിലാക്കി വെക്കുക ഫ്ലെയിം. നമ്മുടെ വെള്ളം ഏകദേശം വറ്റാറായി കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ബാക്കി ചോറ് വേവുന്നത് ദമ്മിലാണ്. അപ്പം നമുക്ക് ദമ്മിലിടുന്ന പരിപാടികൾ നോക്കാം കേട്ടോ. എനിക്ക് വേറെ അടുപ്പില്ലാത്തത് കൊണ്ടേ കനലൊന്നും മേളിൽ വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനൊരു ഇരുമ്പ് തവ എടുത്തിട്ട് അത് ചൂടാക്കുകയാണ് ചെയ്യുന്നത്. ഇത് ചൂടാക്കിയിട്ട് ഇതിൻ്റെ മേളിലാണ് ഞാൻ നമ്മുടെ ചോറ് വെക്കുന്നത് കേട്ടോ. നമ്മൾ നേരത്തെ കുറച്ച് നെയ്യല്ലേ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു 2 സ്പൂൺ നെയ്യും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായി ഇളക്കി കൊടുക്കുക. നമുക്ക് ഇതിൻ്റെ മേളിൽ വാഴയില വെച്ച് അടച്ചു വെക്കാം കേട്ടോ. കുറച്ച് വെള്ളം ഞാൻ ഇതിൻ്റെ മേളിൽ വെക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം ഇതിൻ്റെ മേളിൽ വെക്കുന്നുണ്ട്, ഒന്ന് ടൈറ്റായി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഇത് നമുക്ക് ഇതിൻ്റെ അടപ്പ് വെച്ച് അടച്ച് വെക്കാം. ഇനി കുറച്ച് സമയം, ഒരു 10-15 മിനിറ്റ് ഇതിങ്ങനെ വേവട്ടെ. ഇത് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് അടുപ്പ് ഓഫാക്കി വയ്ക്കാം. അപ്പം നമ്മളിത് തുറക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പം എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. വെള്ളം എടുത്ത് മാറ്റട്ടെ. ഇല എടുത്ത് മാറ്റാം. ബിരിയാണി ഒന്ന് ഇളക്കി നോക്കാം. വെന്തിട്ടുണ്ട് കേട്ടോ. നല്ല ബ്രൗൺ കളർ ആയിട്ടില്ലേ. അടി പിടിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. നമുക്ക് ഈ സാലഡും ഈ ചമ്മന്തിയും എല്ലാം കൂടെ ഒന്ന് ചേർത്ത് കഴിച്ചു നോക്കാം കേട്ടോ. അടിപൊളിയാ. എരിവ് തീരില്ലല്ലോ. ഇതാണ് റാവുത്തർ ബിരിയാണി കേട്ടോ. അപ്പോൾ പലരും പല രീതിയിൽ വെക്കുന്നുണ്ടാവും. അപ്പം ഞാൻ വെക്കുന്ന സ്റ്റൈലാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതുപോലൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്. ബൈ.